നമ്മുടെ ക്രൊയേഷ്യയിലേക്ക് വിസ അടിക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ഡിലേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയാണ്. ഇനി ക്രൊയേഷ്യയിലേക്ക് അൺസ്കിൽഡിന് ഒരു 20% മാത്രം സക്സസ് റേറ്റ് കാണത്തുള്ളൂ. ഒരു 100 പേർ കൊടുത്ത് 20 പേർക്ക് മാത്രമൊക്കെയാണ് വിസ അടിക്കാൻ ചാൻസ് ഉള്ളൂ. അതിൽ അൺസ്കിൽഡ് ആയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ടാക്സിക്ക് ഇവിടെ ഉള്ളവർക്ക് തന്നെ ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി കമ്പനികളൊക്കെ അടിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കമ്മീഷൻ ചേഞ്ചൊക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ളവർക്ക് തന്നെ ടാക്സിയിൽ ഇച്ചിരി ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ നാട്ടിൽ നിന്ന് ടാക്സി ഭയങ്കരമായിട്ട് വേക്കൻസികളുണ്ട് എന്നൊക്കെ പല യൂട്യൂബേഴ്സൊക്കെ അടിച്ചു വിടുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. യൂട്യൂബേഴ്സൊക്കെ ഇവിടെ വലിയ യൂട്യൂബർ ഉണ്ടായിരുന്ന ആളെ ഇപ്പോൾ ഡീപ്പോർട്ടൊക്കെ ചെയ്യുന്ന പറഞ്ഞു കേട്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യുക. ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ കയറിയാൽ മതി. അതുപോലെ തന്നെ സ്കിൽഡ് വർക്കിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ വെൽഡർമാർക്ക് അങ്ങനെയൊക്കെ വിസ കിട്ടുകയൊക്കെ ചെയ്യും. ഈ അൺസ്കിൽഡിനും മാത്രം നല്ല ഏജൻസി അല്ലെങ്കിൽ നല്ല ഇതൊക്കെ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതിയായിരിക്കും വിസ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഒരു ചെറിയൊരു കാര്യം മതി ഇവർക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട്. അവർ അരിച്ച് പറക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കി കണ്ടൊക്കെ ചെയ്യാം. ശരി.